മെഡിക്കൽ കോഴ വിവാദത്തിൽ ബിജെപിയിൽ അച്ചടക്ക നടപടി. സംസ്ഥാന സെക്രട്ടറി വി രാജേഷിനെ സംഘടനാ ചുമതലകളിൽ നിന്ന് മാറ്റി. പ്രമുഖ നേതാക്കളായ വി മുരളീധരൻ, പി.കെ. കൃഷ്ണദാസ്, അന്വേഷണ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്കെതിരെയും നടപടിയുണ്ടാകും. മെഡിക്കൽ കൗൺസിൽ അംഗീകാരം നേടുന്നതിനായി കോളേജ് ഉടമയിൽ നിന്നും കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ പാർട്ടി ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതിനാണ് സംസ്ഥാന സെക്രട്ടറി വി രാജേഷിനെതിരെ നടപടി. ബിജെപിക്ക് ഏറെ ക്ഷീണമുണ്ടാക്കിയ കോഴ വാർത്ത പുറത്തുവന്നതിൽ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ വി മുരളീധരനും പങ്കുണ്ടെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. തമിഴ്നാടിന്റെ ചുമതല നൽകി കോർ കമ്മിറ്റി അംഗം കൂടിയായ വി മുരളീധരനെ കേരളത്തിൽ നിന്ന് മാറ്റി നിർത്താനാണ് ആലോചന. പാർട്ടിയിലെ വിഭാഗീയതയിൽ മുരളീധരന്റെ എതിർചേരിയിലുള്ള പി.കെ. കൃഷ്ണദാസിനെയും മറ്റേതെങ്കിലും സംസ്ഥാനത്തിന്റെ ചുമതലയിലേക്ക് മാറ്റും. അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായ കെ.പി. ശ്രീശൻ, എ.കെ. നസീർ എന്നിവർക്കെതിരെയും നടപടിയുണ്ടാകും. വ്യാജ രസീതുണ്ടാക്കി പിരിവ് നടത്തിയെന്ന ആരോപണത്തിൽ യുവമോർച്ച നേതാവ് പ്രഫുൽ കൃഷ്ണയെയും സംഘടനാ ചുമതലകളിൽ നിന്ന് നീക്കി. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനാണ് അച്ചടക്ക നടപടി സ്വീകരിച്ചത്. എന്നാൽ ആരോപണ വിധേയരായ എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവരെ വെറുതെ വിട്ട് വാർത്ത പുറത്തുവിട്ടവർക്കെതിരെ നടപടി സ്വീകരിച്ചത് പുതിയ വിവാദത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. മീഡിയ 1, തിരുവനന്തപുരം.